വ്യാജ കാഫിർ സ്ക്രീൻഷോട്ട് കേസുമായി ബന്ധപ്പെട്ട് ഡിവൈഎഫ്ഐ നേതാവ് റിബേഷ് രാമകൃഷ്ണൻ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ കോടതി ഇന്ന് പരിഗണിക്കും. കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതിയാണ് കേസ് പരിഗണിക്കുന്നത്. കേസിൽ പ്രതി ചേർക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ടാണ് റിബേഷ് മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചത്. നന്ദഗോപാൽ വിവരങ്ങൾ നൽകും. നന്ദഗോപാൽ, അപ്പോൾ കേസും അന്വേഷണവും ഇങ്ങനെ പുരോഗമിക്കുമ്പോൾ നിലവിൽ ജിതിൻ ഭാസ്കർ ജാമ്യത്തിലാണ്. ജാമ്യം റദ്ദാക്കണമെന്നുള്ള ആവശ്യമൊക്കെ SIT തന്നെ കോടതിയോട് പറയുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് റിബേഷ് ഒരു മുൻകരുതൽ എടുക്കുകയാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ഉണ്ടാകാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടുകൂടിയാണ് ഈ നീക്കം. എപ്പോഴാണ് റിബേഷിന്റെ മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുക നന്ദഗോപാൽ? ഏറെ വിവാദമായ കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ റിബേഷ് രാമകൃഷ്ണനും ഇത്തരത്തിൽ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്തതായി കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ഈ കേസിൽ പ്രതി ചേർക്കാനുള്ള സാധ്യത കണ്ടുകൊണ്ട് തന്നെയാണ് റിബേഷ് ഇത്തരത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതിയാണ് ഇന്ന് 11 മണിയോടുകൂടി ഈ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുക. നേരത്തെ ഉൾപ്പെടെ കോടതിയിൽ ഇത് വന്നിരുന്നുവെങ്കിലും വക്കീൽ ഉൾപ്പെടെ വരാത്തതിനെ തുടർന്നാണ് ഈ കേസ് മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നത്. ഇന്നിപ്പോൾ ഇതിൽ ഒരു തീരുമാനമുണ്ടാകുമെന്നുള്ളതാണ് അറിയുകയും ചെയ്യുന്നത്. ഏതായാലും പോലീസ് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം റിബേഷ് ഉൾപ്പെടെ ചിലർ ഈ സ്ക്രീൻഷോട്ട് അത് ഷെയർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ SITയുടെ മുന്നിലെ പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഉറവിടം കണ്ടെത്താൻ സാധിക്കാത്തതാണ്. എവിടെ നിന്നുമാണ് ഈ സ്ക്രീൻഷോട്ട് നിർമ്മിക്കപ്പെട്ടത് എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള നടപടികളാണ് ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഫോറൻസിക്കിന് ഫോൺ ഉൾപ്പെടെ നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ജിതിൻ ഭാസ്കറിന്റെ ഉൾപ്പെടെ ഫോൺ നൽകിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിന്റെ റിപ്പോർട്ട് വന്നാൽ മാത്രമേ ഈ കാര്യത്തിൽ ഒരു വ്യക്തത ലഭിക്കുകയുള്ളൂ. നിലവിൽ ജിതിൻ ഭാസ്കറിന്റെ ഫോൺ ഉൾപ്പെടെ ഫോർമാറ്റ് ചെയ്ത നിലയിലാണ് ഉള്ളത്. അപ്പോൾ തെളിവുകൾ കൂടുതൽ നശിപ്പിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം SIT കോടതിയിൽ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ റിബേഷിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി ഇന്നിപ്പോൾ പരിഗണിക്കാനിരിക്കുന്നത്.